ഇസ്രായേൽ ഹമാസിനെ കൊന്നുകളഞ്ഞു എന്ന് കേൾക്കുമ്പോൾ കിട്ടുന്ന റീച്ച്, താല്പര്യമൊന്നും ഒരുപക്ഷെ നമ്മളിപ്പോൾ ഈ പറയാൻ പോകുന്ന വാർത്തയ്ക്ക് ഉണ്ടാവില്ല. അത് വളരെ ഉള്ളവയാണെങ്കിൽ ഈ ഫ്രാൻസിസ് മാർപ്പാപ്പ, 14ാം മാർപ്പാപ്പ, അദ്ദേഹം ഒരു വിമർശനം നടത്തിയിരിക്കുകയാണ്. അത് ആഗോള സമ്പദ് വ്യവസ്ഥയെക്കുറിച്ചാണ്. ആഗോള സമ്പദ് വ്യവസ്ഥ ഒരുപാട് ദരിദ്രരേഖയിൽ കഴിയുന്ന ആളുകളെ കൂടുതൽ ഉണ്ടാക്കുകയും പണക്കാർ ഒരുപാട് പെരുകുകയും ചെയ്യുന്നു. ഈ അന്തരം വല്ലാതെ വ്യാപിക്കുന്നു. അപ്പോൾ കാര്യമായിട്ടുള്ളൊരു മാറ്റം വേണമെന്നാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഉദ്ബോധന ലേഖനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അമേരിക്കക്കാരനായിട്ടുള്ള ഇയാൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താണ് ചെയ്യേണ്ടതെന്ന് പുള്ളി പറഞ്ഞിട്ടില്ല. പക്ഷേ ഇതിൽ കാര്യമായിട്ടുള്ള രീതിയിലുള്ള നടപടികൾ ഉടൻ വേണമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇദ്ദേഹത്തിൻ്റെ ഈ വാക്കുകൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ RSS മേധാവി മോഹൻ ഭാഗവതും ഇതേ കാര്യം ഈ 100 വർഷം പൂർത്തിയായ വേളയിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ഉണ്ടായിരുന്നല്ലോ, അതിലും അദ്ദേഹം ഇതേ സംഭവം പറഞ്ഞിട്ടുണ്ട്. ഈ ആഗോള സമ്പദ് വ്യവസ്ഥ അന്തരം വർദ്ധിക്കുന്നു, ദാരിദ്ര്യരും പണക്കാരും തമ്മിലുള്ള. എന്താണ് നമ്മൾ ഇതിലൂടെയൊക്കെ മനസ്സിലാക്കുന്നത്? എന്താണ് ഇതിൻ്റെയൊക്കെ പ്രശ്നം? അത് മുതലാളിത്തത്തിൻ്റെ ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ജോൺ എഫ് കെന്നഡി, ഒരു കൃത്യമായ അമേരിക്കൻ മുൻ പ്രസിഡന്റ് ജോൺ എഫ് കെന്നഡി നല്ലൊരു കമൻറ്റ് പറഞ്ഞിട്ടുണ്ട്. അത് കുറേ കപ്പലുകൾ, അല്ലെങ്കിൽ കപ്പലും ബോട്ടും വെള്ളമൊക്കെ ആയിട്ട് കടലിൽ കിടക്കുകയാണ്. അപ്പോൾ കടൽ തിരമാല വന്ന് കപ്പൽ പൊക്കിക്കൊണ്ടുപോകും. അപ്പോൾ കെന്നഡി പറഞ്ഞത് സാമ്പത്തിക വളർച്ച, കപ്പലും പൊക്കി, ആ കൂട്ടത്തിൽ ചെറിയ കപ്പലുകളും കടലിൽ കിടക്കുന്ന മറ്റ് കപ്പലും കുറേശ്ശെ പോകുമെന്ന്. തിരമാല ഒരു സ്ഥലത്ത് മാത്രമായിട്ടല്ല എഫക്ട്. അപ്പോൾ മുതലാളിത്തത്തിൻ്റെ ഉണ്ടായിക്കഴിഞ്ഞാൽ, പൈസ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പൈസ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കുന്ന മേഖലകളിൽ ഉള്ളവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. ഉദാഹരണത്തിന് ബിവറേജസ് കോർപ്പറേഷൻ നമ്മുടെ കേരളത്തിൽ, അവിടുത്തെ തൊഴിലാളിക്ക് വരുമാനം കിട്ടുന്നുണ്ടോ ഇല്ലയോ? നെല്ല് കൃഷി ചെയ്യാൻ പോകുന്നതിന് കിട്ടിയില്ല. എന്താ കാര്യം? മാർപ്പാപ്പ പറഞ്ഞതിൻ്റെ കണ്ടന്റ് അതാണ്. ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക് വരുമാനം കോൺസെൻട്രേറ്റ് ചെയ്ത് പോവുകയാണ്. അത് ഇന്ത്യയിലും ഉണ്ട്, ഒരു വിഭാഗത്തിൻ്റെ കയ്യിലേക്ക്. ഇപ്പോൾ ഇവിടെ ഞാൻ കുറച്ചുകൂടെ വ്യക്തമാക്കിയ തിരിച്ചൊരു ചോദ്യം ചോദിക്കാം. മനുഷ്യന് ഏറ്റവും അത്യാവശ്യമുള്ള വസ്തു ഏതാ? ഭക്ഷണം, അല്ലെ അരി, അല്ലെ ഗോതമ്പ്. അത്യാവശ്യമില്ലാത്ത വസ്തുവാണ് ഹെയർ ഡൈ എന്ന് വേണേൽ പറയാം, അല്ലേ? അത്ര അത്യാവശ്യമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പോൾ ഹെയർ ഡൈ ഉണ്ടാകുന്ന ഗോദരേജ് കമ്പനിയിലോ ഹിന്ദുസ്ഥാനിൽ പറഞ്ഞ കമ്പനിയിലോ ഒരു ജോലിക്കാരന്, ഏറ്റവും താഴെത്തട്ടിലുള്ള ജോലിക്കാരൻ, അറ്റൻഡർ, കിട്ടുന്ന ശമ്പളവും മറ്റാനുകൂല്യങ്ങളും എത്രയുണ്ടെന്ന് ആലോചിക്കുക. ഏറ്റവും അത്യാവശ്യമുള്ള വസ്തു ഉണ്ടാകുന്ന അരിയും നെല്ലും കൃഷി ചെയ്യുന്ന കൃഷിക്കാരനോ, അല്ലെങ്കിൽ അവിടെ അവൻ്റെ പറമ്പിൽ പണി ചെയ്യുന്നവന്, തൊഴിലാളിക്ക്, ബീഹാറിലാണെങ്കിലും ഉത്തർപ്രദേശിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും എന്നാ വരുമാനമുണ്ട്? എന്നാ പണിക്ക് ആളില്ല ഇവിടെ ബംഗാളിൽ നിന്നും ബീഹാറിൽ നിന്ന് ആൾ തന്നെ വരേണ്ടി വരുന്നു. അതെന്തുകൊണ്ട് അങ്ങനെ വന്നത്? ഏറ്റവും അത്യാവശ്യമുള്ള വസ്തു അങ്ങനത്തെ ഒരു സാമ്പത്തിക ഘടനയാണ് മുതലാളിത്തം വളർത്തിയെടുത്തത്. കമ്മ്യൂണിസവും അതിനെ പ്രോത്സാഹിപ്പിച്ചു. അത് സംഭവിച്ചിരിക്കുന്നത്. ബോംബെയിലെ ചേരികൾ ഉണ്ടായെന്ന് പറഞ്ഞാൽ ബോംബെയിലെ വ്യവസായികൾക്ക് വേണ്ടി പണിയാനായിട്ട് ഉത്തരേന്ത്യയിലെയും ബീഹാറിലെയും കർഷക തൊഴിലാളി രംഗത്തുണ്ടായിരുന്നവരെ അങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ മാർപ്പാപ്പ ഇത് സത്യസന്ധമായിട്ട് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു. പക്ഷേ മാർപ്പാപ്പയ്ക്കുള്ള വൈമുഖ്യം, ഇതിനെ ഒരു ഓർഗനൈസ്ഡ് രൂപത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ? ഇത് ക്രിസ്ത്യൻ രാജ്യങ്ങളെ സിലബസിലെങ്കിലും ഇത്തരം കാഴ്ചപ്പാടുപ്പെടുത്താൻ പറ്റുമോ? വലിയ പള്ളി പണിയുന്നതിനേക്കാളും വലിയ ഘോഷയാത്രകൾ നടത്തുന്നതിനേക്കാളും പ്രധാനം ഈ താഴെത്തട്ടിലുള്ള ക്രിസ്ത്യാനികളുടെയെങ്കിലും പ്രത്യേകിച്ച് ആഫ്രിക്ക പോലുള്ള രാജ്യങ്ങളിലെ ക്രിസ്ത്യാനികളുടെ താല്പര്യം സംരക്ഷിക്കാൻ പറ്റുമോ? ആലോചിക്കണം. എന്തെങ്കിലും ഇടയ്ക്കിടെ മൈദാമാവ് കൊടുക്കുന്നുണ്ടോ, മാവ് കൊടുക്കുന്നോ അല്ല സഭാ മിഷണറി പ്രവർത്തനം. ആ പ്രത്യേക സ്ഥലത്തെ സാമ്പത്തിക ഘടനയെ സ്വാധീനിക്കുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റും. മാർപ്പാപ്പയ്ക്ക് നടത്താൻ പറ്റുമോ? ആഫ്രിക്കയ്ക്ക് നടത്താൻ പറ്റുമോ? മാർപ്പാപ്പ പറയുന്നത് ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുടെ എണ്ണം വർദ്ധിച്ചു വരുന്നത് നമ്മുടെ മനസാക്ഷിയെ നൊമ്പരപ്പെടുത്തണം. താത്വിക ന്യായീകരണങ്ങൾ വില പോകില്ല. കൂടുതൽ പേർ സമ്പന്നരാകുമ്പോൾ ദരിദ്രർ കുറയുമെന്ന് പറയുന്നതിൽ കഴമ്പില്ല. അതെല്ലാവർക്കും അറിയാവുന്ന സത്യമാണ്. അത് മാർപ്പാപ്പയും പറയേണ്ട, ആരും പറയേണ്ട, എല്ലാവരും ഫീൽ ചെയ്യുന്നൊരു കാര്യമാണ്, സത്യമാണ്. ഇത് വിഷമം എന്ന് പറയുന്നത് കുറേ പേര് സ്റ്റേജിൽ കയറി പ്രസംഗിക്കും. ഇപ്പോൾ മാർപ്പാപ്പ ഉൾപ്പെടെ എല്ലാവരും സ്റ്റേജിൽ കയറി പ്രസംഗ വേദികളിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ പറയും, വിപ്ലവം പറയും. പക്ഷെ നടപ്പാക്കേണ്ടവരാരാ? ഈ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് അത് ചെയ്യുമോ? ട്രേഡ് യൂണിയൻ ലീഡർഷിപ്പ് ഇത് ചെയ്യുമോ? കർഷക തൊഴിലാളിക്ക് വേണ്ടി സമരം ചെയ്യുന്ന എത്ര യൂണിയനുകളുണ്ട് ഇവിടെ? അവർക്ക് കൂടുതൽ കാശ് കൊടുക്കണമെന്ന് എത്ര പേരുണ്ട്? പിന്നെ അതിന് വീണ്ടും ഇഷ്ടംപോലെ ഉദാഹരണങ്ങൾ പറയാം. അരിക്ക് വില കൂടിയാൽ സമരം ചെയ്യുകയില്ല ഇവിടെ. കൃഷിക്കാരൻ ഉൽപ്പാദിപ്പിക്കുന്ന പ്രൊഡക്റ്റിന് വില കൂടിയാൽ ഇവിടെ സമരം ഉറപ്പാണ്. വിലക്കയറ്റ വിരുദ്ധ സമരം.
മറിച്ച് കുട നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്, ചെരുപ്പ് ഉപയോഗിക്കുന്നുണ്ട്, ഷർട്ട് ഉപയോഗിക്കുന്നുണ്ട്. ഇവയ്ക്ക് വില കൂടിയതിന് വേണ്ടി സമരമുണ്ടോ? ഇത് ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റാണ്. വൻകിട വ്യവസായം അതുകൊണ്ടാണ് വരുമാനം മുഴുവൻ ആരുടെ അടുത്തേക്ക് പോയത്? ഇൻഡസ്ട്രിയലിസ്റ്റ് അല്ലെ വ്യവസായം ബിസിനസ് ചെയ്യുന്നതിൻ്റെ കയ്യിലേക്ക് വരുമാനം പോകാനുള്ള കാരണം അതാണ്. ആ കാരണത്തെ അഡ്രസ്സ് ചെയ്യാതെ മാർപ്പാപ്പയും ശ്രീകൃഷ്ണനും മറ്റേ മദർ തെരേസയും മുഹമ്മദ് നബി എല്ലാവരും കൂടെ പറഞ്ഞാലും ഇതിന് പരിഹാരം ഉണ്ടാകില്ല. ദാരിദ്ര്യമായിട്ട് നിൽക്കും. നമുക്ക് പറയാം, ബലപിക്കാം, അത്ര മാത്രമേ പറ്റുള്ളൂ. പിന്നെ മാർപ്പാപ്പ ഇത് പറയുമ്പോൾ മറ്റാര് പറയുന്നതിനേക്കാൾ കൂടുതലൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. സഭ ഇത് അഡ്രസ്സ് ചെയ്യാൻ തുടങ്ങണം. ഇതിൻ്റെ റൂട്ട് കോസ് കണ്ടുപിടിച്ച് അതിന് പരിഹാര മാർഗ്ഗങ്ങൾ സഭ. അതുകൊണ്ടാണ് താങ്കളോട് ആദ്യം ചോദിച്ചത്, മാർപ്പാപ്പ അതിന് എങ്ങനെയാണ് പരിഹരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടോ? ആഹ്വാനം, അഭ്യർത്ഥന, അത് മാത്രമല്ലേ പറ്റുള്ളൂ. ചിലവ് ചുരുക്കണം എന്ന് വേണമെങ്കിൽ പറയും. അതിനപ്പുറത്തേക്ക് പോയി അതിന് ശ്രമിച്ച ഏക മനുഷ്യൻ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് മാത്രം പ്രകൃതിയിൽ നിന്ന് എടുത്താൽ മതി എന്ന് പറഞ്ഞ ഒറ്റ മനുഷ്യനേ ഉള്ളൂ, മഹാത്മാഗാന്ധി. അതാണ് ഗാന്ധിയൻ കൺസെപ്റ്റ്. ആ കൺസെപ്റ്റിനെ മാർപ്പാപ്പ അപ്രൂവ് ചെയ്യുമോ? നിങ്ങൾക്ക് അത്യാവശ്യമുള്ളത് മാത്രം പ്രകൃതിയിൽ നിന്ന് എടുക്കുക എന്ന് പറഞ്ഞ ഗാന്ധിയാണ്. അല്ല, മാർപ്പാപ്പ പറയുന്നത് പുറന്തള്ളപ്പെട്ടവൾ ആശ്രയത്തിനായി നിങ്ങളുടെ വാതിലിൽ മുട്ടുമ്പോൾ മനസ്സിലാക്കേണ്ടത് ക്രിസ്തു തന്നെയാണ് വാതിലിൽ മുട്ടുന്നത്. അതൊക്കെ ഭംഗിവാക്ക് പറയാവുന്നേ, ഞാൻ പറഞ്ഞല്ലേ. ഗാന്ധിയല്ല, ക്രിസ്തുവാണ്. ക്രിസ്തു അല്ല, ക്രിസ്തുവിൻ്റെ മോഡൽ. ക്രിസ്തു യഥാർത്ഥ ഒരു ക്രിസ്തു ഭക്തനുണ്ടായിരുന്ന ഗാന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മഹാത്മാഗാന്ധി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ കച്ചവടത്തെ സമാധാനത്തിൻ്റെ ഉപകരണമായിട്ടുള്ള ഉപയോഗിക്കുന്നത്. ആയുധത്തിന് പകരം കച്ചവടം മതി എന്നാണ് ട്രംപ് പറയുന്നത്. ആയുധത്തിന് പകരം ഇല്ലാത്തവനോട് പറയാം, അരിയും ഇല്ലാത്തവനോട് പറയാം, നിനക്ക് അരി തരികയില്ല, മര്യാദയ്ക്ക് ഞാൻ പറയുന്നത് കേട്ടോളാൻ പറയാം. ഇപ്പോൾ ട്രംപ് ചെയ്യുന്ന ടാക്ടിക്സാണ്. മാർപ്പാപ്പയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? മാർപ്പാപ്പ ബോൾഡായിട്ട് പറയുമോ? ഇപ്പോൾ ഫാദർ ഡാമിനെ നമ്മൾ പറയും കുഷ്ഠരോഗികൾക്ക് വേണ്ടി പ്രവർത്തിച്ചു ഇല്ലേ? ഒരു പ്രവർത്തന രംഗത്തെ വരണം. ഈ മാർപ്പാപ്പയ്ക്ക് എന്നെ എല്ലാ നിങ്ങളെ ക്രൈസ്തവ സഭയിൽ നിന്ന് മഹറോൻ ചൊല്ലുമെന്ന് പറയുമോ? പുറത്താക്കുമെന്ന് പറയുമോ? നിങ്ങൾ രാഷ്ട്രീയ നേതാക്കളോട് പറയാം, നിങ്ങൾ പാവപ്പെട്ടതിന് അനുകൂലമായ നിയമം ഉണ്ടാക്കില്ലേ, നിങ്ങളെ പുറത്താക്കുമെന്ന് പറയുമോ? എന്താ പറയാതെ? പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അവിടെയാണ് മാർപ്പാപ്പയുടെ അല്ല, മത നേതാക്കളുടെ പരാജയം. അവിടെയാണ് പറയാൻ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. ഇവിടെ അല്ലെങ്കിൽ പിന്നെ കലാപം ഉണ്ടാക്കാൻ പറ്റും. ആ കലാപം മതപരമായ ആവശ്യങ്ങൾക്ക് മാത്രമേ കലാപം നടത്തുള്ളൂ. ദാരിദ്ര്യത്തിന് വേണ്ടി കലാപം ഉണ്ടാക്കിയില്ല. അത് കലാപം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു പള്ളിയിലെ കുരിശ് കാണാതെ പോയി, ഒരു അമ്പലത്തിലെ ശൂലം കാണാതെ പോയി, വിഗ്രഹം കാണാതെ പോയി, അതിനൊക്കെ കലാപം ഉണ്ടാകും. അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ജനങ്ങളുടെ ദാരിദ്ര്യം ഇവർക്കൊരു വിഷയമല്ല. അതെ, ദാരിദ്ര്യം ഒരു വിഷയമല്ല. നമ്മൾ ഹമാസിനെ കുറിച്ച്, ഇവിടെ ഗാസയിൽ മരിച്ചു വീഴുന്ന ആളുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പുറത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ദാരിദ്ര്യ രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ ആഫ്രിക്കൻ രാജ്യങ്ങളാണ്. അവിടെയൊക്കെ ഇത് ഉണ്ടാവാനുള്ള പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെയുള്ള ഈ എത്നിക് ട്രൈബൽ വാർഫെയർ കാരണങ്ങൾ, വിഷയങ്ങളൊക്കെയാണ്. ഇതൊന്നും പക്ഷെ ചർച്ചയാവുന്നില്ല. ഉള്ളവൻ്റെ സ്ഥലത്ത് ഗൾഫുമായിട്ട് ബന്ധപ്പെട്ട് എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട് വിഭവങ്ങളുള്ള സ്ഥലത്തുള്ള തർക്കങ്ങളിൽ ഇടപെടും. ഗൾഫിൽ ഇടപെടും, പാലസ്തീൻ്റെ കാര്യത്തിൽ ഇടപെടും, ഗാസയുടെ കാര്യത്തിൽ ഇടപെടും. പക്ഷേ ചൈനയിലെ റോഹിംഗ്യകളും ചൈനയിലെ ഉറുജ്ജ പ്രൊവിൻസിലുണ്ട് മുസ്ലിങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നുണ്ട്. ആരും ഇടപെടുന്നില്ല. എന്നാ കാര്യം എന്നാ? ചൈന അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നോക്കി പക്ഷപാതപരമായിട്ട് ഇടപെടുന്ന മാനുഷിക പ്രശ്നങ്ങളിൽ പക്ഷപാതപരമായിട്ട് ഇടപെടുന്നൊരു കൾച്ചർ എല്ലാവരും വളർത്തിയെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻ രാജ്യത്താണ് ഈ ആക്രമണം ഉണ്ടാകുന്നതെങ്കിൽ, ഇപ്പോൾ ഇസ്രായേൽ രാജ്യമായതുകൊണ്ടാണ്, ജൂതന്മാരുടെ രാജ്യമായതുകൊണ്ട് മാത്രമാണ് യൂറോപ്പ് കുറേ പേരെങ്കിലും പാലസ്തീൻ്റെ കൂടെ നിൽക്കുന്നത്. മറിച്ച് അതൊരു ക്രിസ്ത്യൻ രാജ്യമായിരുന്നെങ്കിലും ഇതായിരിക്കില്ല സ്ഥിതി. ഇപ്പോൾ മതത്തിൻ്റെ വീക്ഷണത്തിൽ കൂടെ കാണാം, ആത്മീയ കാര്യങ്ങൾ, യേശുക്രിസ്തുവിൻ്റെ കാര്യം, ദൈവത്തിൻ്റെ കാര്യം കാണാം. ഇത്തരം കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. ദാരിദ്ര്യത്തെക്കുറിച്ചും മനുഷ്യൻ്റെ പ്രശ്നങ്ങളെക്കുറിച്ച് പറയാം. പക്ഷേ അത് പരിഹരിക്കാനുള്ള സജീവമായ ഇടപെടൽ സഭയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. അപ്പോൾ മാത്രമേ ചെയ്യാവൂ. ഇപ്പം നമ്മളിപ്പോൾ കേരളത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് അത് കാര്യത്തിൽ അഭിമാനിക്കാൻ തോന്നും. പോവർട്ടി പരിപൂർണമായിട്ടും നിരാകരിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കും. അത് മുതലാളിത്തത്തിൻ്റെ ബാധയിലാണ് നടന്നിരിക്കുന്നത്. മുതലാളിത്ത രാജ്യങ്ങളിൽ നിന്ന് കിട്ടിയ പൈസയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോയി NRI പൈസ അല്ലാതെ ഇവിടെ എന്ത് ഉൽപ്പാദനമുള്ളത്? ഇവിടെ എന്ത് ഉൽപ്പാദനമുള്ളത്? ശമ്പളം കൊടുക്കാൻ തയ്യാറത്ത് എന്ത് പരിഹരിച്ചെന്നാണ് പറയുന്നത്. അത് പരിഹരിക്കാൻ പറ്റിയത് വിദേശത്തു നിന്ന് ആൾക്കാർ നമ്മുടെ ഇങ്ങോട്ട് പൈസ അയക്കുന്നതുകൊണ്ട് മാത്രം. അതുകൂടെ അറിഞ്ഞിരിക്കും. അല്ല, പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിൽ അത്തരത്തിലുള്ളൊരു നയം അതുകൊണ്ടാണ് കമ്പാരിസൺ വരുന്നത്. അതാ ഞാൻ പറഞ്ഞ മുതലാളിത്തത്തിൻ്റെ ഒരു കോൺട്രിബ്യൂഷനാണത്. ഇവിടെ ക്രിസ്തുമതം വന്നു, സ്കൂളുണ്ടായി, കോളേജ് ഉണ്ടായി, വിദ്യാഭ്യാസം കിട്ടി, ജോലി കിട്ടി. ആദ്യമൊക്കെ നമ്മൾ ലണ്ടനിലും അല്ല, അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ മാത്രം കൂലി മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെ കൂടുതലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ കൊടുക്കാനുള്ള ആളുണ്ട്. ഇവിടെ പണിക്കാരെ ആവശ്യമുണ്ട്.
മത്സരമാണ് പണിക്കാരുടെ ആവശ്യത്തിന്. മറ്റു സംസ്ഥാനത്ത് ഒരു ജോലിക്കാരന് വേണ്ടി ഒരു പാടത്ത് പണിയാനായിട്ട് ഒരാൾക്ക് വരുന്ന 100 പേരായി വരുന്നത്. ഇവിടെ ആ ഒരാൾ പോലും വരികയില്ല. അവനെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് വരണം, അവൻ പറയുന്ന കൂലി കൊടുക്കണം. അതിൻ്റെ കാരണം കൊടുക്കാൻ കപ്പാസിറ്റിയുള്ള ഒരു വിഭാഗം ഉണ്ടായി. നിങ്ങളേതെങ്കിലും മാർക്കറ്റിൽ മീൻ മേടിക്കണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയല്ലേ മീൻ, വില കൂടുതൽ കൊടുത്ത് മേടിക്കാൻ ആളുണ്ട്. അത് നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം അങ്ങനെ ഈ സഭ എന്ന് പറയുന്നത് സാമ്പത്തിക ഘടന, ദാരിദ്ര്യം എന്ന് പറയുന്നത് ഓരോ രാജ്യങ്ങൾ അവലംബിക്കുന്ന സാമ്പത്തിക നയങ്ങളുടെ ടോട്ടൽ റിസൾട്ടാണ് ലോകദാരിദ്ര്യം. ലോകദാരിദ്ര്യം എന്നതാണ്, ലോകം കടമാണ്. ഇപ്പം നമുക്ക് തന്നെ കേരള സ്റ്റേറ്റിന് തന്നെ എത്ര ലക്ഷം രൂപയുടെ കോടിയുടെ കടമുണ്ട്. ഇതാര് വീട്ടും എന്ന് വിചാരിച്ചിരിക്കുന്നത്? അതിനെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. എങ്ങനെ വീട്ടും? അപ്പോൾ എല്ലാ വിഷയങ്ങളും ടോപ്പിക്കും അവസാനിപ്പിച്ച് ഇതൊരു ചർച്ച നടക്കണ്ടേ? അത്തരമൊരു ചർച്ച നടക്കുകയില്ല. ഇവിടെ ചർച്ച ബജറ്റ് അവതരിപ്പിക്കുന്നതാണ് ചർച്ച. ബജറ്റ് കൊണ്ട് എന്ത് പ്രയോജനം ഉണ്ടായിരുന്ന 6 മാസം കഴിഞ്ഞ് വിലയിരുത്തൽ ചർച്ചയില്ല. നമ്മുടെ പണ്ഡിതന്മാരെല്ലാം അങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ അത് മാർപ്പാപ്പ ഒരു ഗൈഡ് ഇപ്പോൾ കിട്ടിയ മാർപ്പാപ്പ പറഞ്ഞിരിക്കുന്ന ഒരു അവസരമായിട്ട് എടുക്കാം. മാർപ്പാപ്പയുടെ അഭിപ്രായത്തെ ധിക്കരിക്കാൻ അധികം പേര് വരില്ല. ഇത് ലോക ഗവൺമെൻറ്റുകൾ നയമായിട്ട് മാറ്റാൻ വേണ്ടിയാണ് സഭ ശ്രമിക്കേണ്ടത്.